മാത്രമല്ല ഈ വെക്കുന്ന 4 പേര് അത് ആനുപാതികമായിട്ട് എണ്ണം കൂടി വരും. പക്ഷെ അപ്പോൾ അവരെല്ലാവരും അതിൽ പ്രസിഡന്റ് സെക്രട്ടറി ഇങ്ങനെയൊന്നും പാടില്ല. അപ്പൊ പിന്നെ എങ്ങനെ തീരുമാനം എടുക്കുമെന്ന് അവസാനം ശിഷ്യന്മാർ ചോദിച്ചു വരുന്നുണ്ട്. കാരണം എല്ലാവരും ഒറ്റക്കെട്ടായിരിക്കണമെന്ന് ഗുരു എടുത്തു പറയും. ഈ 4 പേരും ഒരു അഭിപ്രായമായിരിക്കണം. അപ്പൊ സ്വാഭാവികമായിട്ട് ചോദിക്കുന്നു, അപ്പൊ അതെങ്ങനെ ഈ 4 പേർക്ക് ഒരു അഭിപ്രായം വരും? അപ്പോഴാണ് ഗുരു പറയുന്നത് അത് ഗുരുവാക്കനുസരിച്ച് പോണം. എനിക്ക് തോന്നുന്നു മന്ദബുദ്ധിയാണ് ഇത്, ഇനി മന്ദബുദ്ധിയായിട്ട് അഭിനയിക്കണമെന്ന് അറിയാമല്ലോ ഈ ശ്രീമതിയായിട്ട്. കാരണം ഗുരു ആ ഡിസ്കഷൻ പറയുന്നുണ്ട് 4 പേർക്ക് ആനുപാതികമായിട്ട് ഈ സന്യാസിമാരുടെ എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ച് ഇതിന് മാറ്റം വരും. അങ്ങനെ മാറ്റം വരുമെന്ന് ഗുരു ആ ഡിസ്കഷനിൽ പറയുന്നുണ്ട് വ്യക്തമായിട്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് ഗുരു അവസാനം പറയുന്നുണ്ട് ഇതെങ്ങനെ ഒരേ അഭിപ്രായത്തിൽ പോകും, അത് നിങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച് ഒരേ അഭിപ്രായത്തിൽ പോകണം. അപ്പൊ ഇതെങ്ങനെ ഗുരുവാക്കനുസരിച്ച് പോകണം. ഗുരുവാക്കെന്ന് ഉദ്ദേശിച്ചത് ഇവിടുത്തെ കപട ഗുരുവിന്റെ കാര്യമല്ല ഗുരു പറഞ്ഞത്. ആ കപട ഗുരു അന്ന് ആ ഡിസ്കഷനിലുണ്ട്. ഇപ്പറ്റി പറഞ്ഞാൽ പോരെ, ഇവള് പറഞ്ഞ കേട്ട് പോയാൽ മതി പറഞ്ഞാൽ പോരെ. അപ്പൊ ഗുരു എന്താ പറഞ്ഞത്? ഗുരുവാക്ക് അനുസരിച്ച് പോകണം. ഗുരുവാക്ക് എങ്ങനെയാണ് അനുസരിക്കുന്നത്? ഗുരു എല്ലാ കാര്യങ്ങളും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ പരമ്പര കൽപ്പാന്തത്തോളം എങ്ങനെ പോകണമെന്ന് ഇത് സ്ഥാപിച്ച ഈ ശാന്തിഗിരി പരമ്പര പിന്നെ എന്താ സ്ഥാപിച്ച് ഗുരു പറഞ്ഞിട്ടുണ്ട് എങ്ങനെ പോകണമെന്നുള്ളത്. അല്ലാതെ ഓരോ കപട ഗുരുക്കന്മാരുമായിട്ട് അവർക്ക് തോന്നുന്ന പോലെ മാറ്റിമറിക്കാനുള്ളതല്ല. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള കുറവ് കൊണ്ടാണോ അത് ഉദ്ദിഷ്ട കാര്യം സാധിച്ചു കൊടുത്ത ഒരു സാമ്പത്തികമല്ല ഭൗതിക നേട്ടം മനസ്സിലായില്ലേ? ഒരു ചെറുപ്പക്കാരനെ ഭർത്താവായി കൊടുത്ത ആ ഒരു സന്തോഷത്തിൽ പറയണമെന്ന് എനിക്കറിയാൻ പാടില്ല. ഉദ്ദിഷ്ട കാര്യത്തിൽ ഉപകാര സ്മരണ പോലെ തെറ്റാണെന്ന് അറിയാൻ പറയണത്. എന്നാലും കാരണം വെച്ചാൽ ശ്രീകുട്ടിയെ പോലെയല്ല ശ്രീമതി ആന്റി എന്ന് പറഞ്ഞാൽ ഈ ഗുരു ശരീരത്തോടെ ഇരുന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ അന്നത്തെ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ ഭർത്താവും ഞാനും സ്വർഗമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഗുരു തന്ന കടാക്ഷമാണ് എൻ്റെ ഭർത്താവ്, സ്നേഹനിധിയായ ഭർത്താവ്, 2 കുട്ടികൾ എന്നൊക്കെ പറഞ്ഞ് അതിനെ വാനോളം പുകഴ്ത്തിയ ശ്രീമതി ആന്റി പിന്നെ കുറച്ചുനാൾ കഴിഞ്ഞ് ഈ അമൃത ഗുരുവിന്റെ കൂടെ കൂടിയപ്പോൾ എന്തു പറ്റി? ഭർത്താവിനെ കളഞ്ഞ് ഒരു കാമുകനും കിട്ടി, അവനെ പിന്നെ കല്യാണവും കഴിച്ച് അങ്ങനെ ആ രീതിയിലൊക്കെ മാറി. മനസ്സിലായില്ലേ? ആ രീതിയിൽ മാറിക്കോട്ടെ, അത് അവരുടെ സ്വകാര്യതയാണ്. പക്ഷെ അങ്ങനെ സ്വന്തം ജീവിതം ഗുരുവിന്റെ ഇച്ഛപ്രകാരം ജീവിക്കാത്ത ഒരാൾക്ക് ഗുരുവിന്റെ ആശയത്തെക്കുറിച്ച് പറയാൻ എന്ത് യോഗ്യതയാണ്? മനസ്സിലായി? അവര് ആശയത്തെ ബലി കൊടുത്തു കഴിഞ്ഞപ്പോ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ബലി കൊടുത്തപ്പോ അവർക്കൊരു മാതൃക ആകാനുള്ള ഒരു ഭാഗ്യം നഷ്ടപ്പെട്ടു പോയി. അപ്പൊ ഗുരു അത്രയും നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവന്ന ഈ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചീത്തയായി പോയപ്പോ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലായി? ഇനി ഭാവി തലമുറയിലെങ്കിലും ഇങ്ങനത്തെ ഒരു സംസ്കാരത്തിൽ കൊണ്ടുവരാതിരിക്കട്ടെ എന്ന് പറയാനേ നമുക്ക് പറ്റുള്ളൂ. അവരുടെ മക്കളായാലും കൊള്ളാം. അതായത് ശ്രീകുട്ടിക്ക് ഇനി മക്കളുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ആ മക്കൾ ഉണ്ടെങ്കിൽ തന്നെ അതിനെ എന്താ പറയുക, നല്ല രീതിയിൽ വളർത്താൻ പറ്റും.